എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിയറ്റ്നാം വീഡിയോ സീരീസിലെ 13ാമത്തെ വീഡിയോ ആണിട്ടത്. നമ്മൾ വിയറ്റ്നാമിൽ എത്തിയിട്ട് ഇത് 5ാമത്തെ ദിവസമാണ്. ഇപ്പം ഞങ്ങൾ ഡനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഡനാങ്ങിൽ നിന്ന് ഹനോയിലേക്ക് പോകും. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു തുടങ്ങി. ഹോട്ടലിൽ വെച്ച് ഗ്രാബ് ആപ്ലിക്കേഷൻ വഴി ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് കുറേ നോക്കിയെങ്കിലും നടന്നേർന്നില്ല. പിന്നെ ഹോട്ടലുകാരോട് പറഞ്ഞിട്ട് അവർ ലോക്കലി ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു. അതിനാണ് ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടേക്കുന്നത്. കുറച്ച് നേരമായിട്ട് തന്നെ മഴ നന്നായിട്ട് നിർത്താണ്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് വെള്ളവും കെട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിലെത്തി അധികം നേരം കഴിയണേക്കാളും മുൻപ് തന്നെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങും തുടങ്ങി. ഇവിടുന്ന് ഹനോയിലേക്ക് ഞങ്ങൾ രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തേക്കണത്. ഇതും വിയറ്റ് ജെറ്റിൻ്റെ ഒരു ഫ്ലൈറ്റ് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണത്. ഞങ്ങളിവിടെ കറങ്ങാൻ ഇറങ്ങിയായിരുന്ന കഴിഞ്ഞ 2 ദിവസം ഇവിടെ കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളൊരു ആശ്വാസം. മഴ ഇപ്പോഴും നിർത്താണ്ട് തകർത്തും കൊണ്ടിരിക്കുകയാണ്. മഴയുള്ള കാരനാണെന്ന് തോന്നുന്നു കുറച്ച് വൈകിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണത്. ഹനോയിൽ ഇതുപോലത്തെ മഴയൊന്നും ഉണ്ടാവില്ലേ എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. കുറച്ചു നേരം ഒന്ന് മയങ്ങിയപ്പോഴേക്കും ഫ്ലൈറ്റ് ഹനോയ് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ള അനൗൺസ്മെന്റ് വന്നു. ഹനോയുടെ മെയിൻ സിറ്റി ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയായിട്ടാണ് ഇവിടുത്തെ എയർപോർട്ട്. അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇന്നത്തേക്ക് ഞങ്ങൾ ഹനോയിലൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറാണ് ബുക്ക് ചെയ്തേക്കുന്നത്. സിറ്റിയിൽ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഇനി മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്ലാനുകളും കുളമാവും. നോയ് ബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഹനോയ് എയർപോർട്ടിന്റെ പേര്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു എയർപോർട്ടാണ് കേട്ടത്. കുറേയധികം സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റുകളുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്രാബ് ആപ്പ് വഴി ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ട് ഇപ്പോൾ ഹോട്ടലിലേക്കാണ് പോണത്. ഞങ്ങൾ ഹനോയിൽ ഡെയ്വു ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കണത്. കുറച്ച് പഴക്കമൊക്കെ ഉണ്ടെങ്കിലും ഗൂഗിളിൽ 5 സ്റ്റാർ റേറ്റിംഗ് കണ്ടതും കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും കൊണ്ട് വിയറ്റ്നാമിൽ ഹോട്ടൽസ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലെടുത്ത ഹോട്ടൽ വല്ലാത്തൊരു കുടുക്കായി പോയായിരുന്നു. 4 സ്റ്റാർ ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞാണ് അത് എടുത്തതെങ്കിലും ആ പ്രോപ്പർട്ടി അതിനുള്ള സംഭവമൊന്നുമില്ല. ആ ഒരു മോശം എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് ഞാൻ ഹനോയിൽ ബുക്ക് ചെയ്തായിരുന്ന ഹോട്ടൽ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ഹോട്ടലിലേക്ക് മാറ്റാറുണ്ട്. വിയറ്റ്നാമിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വലിയ ഹോട്ടൽ ചെയിൻസിൻ്റെ ഹോട്ടൽസ് ബുക്ക് ചെയ്യണതായിരിക്കും. ഞങ്ങൾ പിന്നെ കുറച്ച് വൈകിയാണ് ഈ ഒരു ഹോട്ടൽ മാറാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴേക്കും വലിയ ഹോട്ടൽ ചെയിൻസിൻ്റെ ഹോട്ടൽസിനൊന്നും അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ളത്.
നാറ്റാൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പാലമാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. റെഡ് റിവർ എന്ന് പറഞ്ഞ പുഴയെ ക്രോസ് ചെയ്യണ ഈ ഒരു പാലത്തിന് വിയറ്റ്നാം ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നും പേരുണ്ട്. ഏകദേശം 3700 മീറ്റർ നീളമുള്ള ഈ പാലം 2015 പണി തീർന്നത്. കഴിഞ്ഞ ദിവസം ഡനാങ്ങിൽ കണ്ടതുമാതിരി ഇതൊരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ട്ടാ. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ ലോൺ വഴിയാണ് ഈ പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡുകളൊക്കെയാണ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് കാണുന്നത്. ഏകദേശം 1 മണിക്കൂറും കൊണ്ട് തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടൽ കണ്ടിട്ട് കുറച്ചധികം പഴക്കമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ റിവ്യൂസൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പഴക്കമുണ്ടെങ്കിലും അത്യാവശ്യം ഒരു നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതും കൊണ്ടാണ് ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഫാമിലി ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സേഫ്റ്റിക്കല്ലേ മുൻഗണന കൊടുക്കുള്ളൂ. ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു ബിസിനസ് സെന്ററും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ പരിസരമൊക്കെ കണ്ടിട്ട് അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഏരിയ ആയിട്ടാണ് തോന്നണത്. ഞങ്ങൾ കുറച്ചു നേരം കാത്തിരുന്നപ്പോഴേക്കും ഞങ്ങൾക്കുള്ള റൂം കുറച്ച് നേരത്തെ തന്നെ അവർ റെഡിയാക്കി തന്നു. ഹോട്ടലിൽ പഴക്കമുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാത്തിലും ഉപരി സേഫ്റ്റിയും ലൊക്കേഷനും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ചെക്ക് ഇൻ ചെയ്ത് ബാഗേജൊക്കെ റൂമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തണം. ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഇന്നൊരു ദിവസം കൊണ്ട് കവർ ചെയ്യൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കഴിയണ മാക്സിമം സ്ഥലങ്ങൾ മാത്രം ഇന്ന് പോകാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. സിറ്റിയുടെ മെയിൻ ഏരിയയിലേക്ക് എത്തി തുടങ്ങിയപ്പോഴേക്കും കുറേ അധികം പഴയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു തുടങ്ങി. സുപ്രീം പീപ്പിൾസ് കോർട്ട് ഓഫ് വിയറ്റ്നാമിൻ്റെ ബിൽഡിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ സുപ്രീം കോർട്ടിൻ്റെ ഒക്കെ ഇക്വലൻ്റ് ആയിട്ടുള്ള കോർട്ട്. മിക്കവാറും നല്ല റോഡുകളിൽ കൂടെയൊക്കെയാണ് പോണതെങ്കിലും ഇടയ്ക്ക് ഡ്രൈവർ ഇങ്ങനത്തെ ചെറിയ ഊടുവഴി കൂടെയൊക്കെ വണ്ടി വിടും. പിന്നെ വിയറ്റ്നാമിൽ വന്നിട്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മിക്കവാറും എല്ലാ വലിയ സിറ്റികളിലും കുറേ അധികം വിയറ്റ്നാമിൻ്റെ കൊടികൾ കാണാം. ഇവിടെയും അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടാ.
നമ്മൾ നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്നാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ സ്റ്റാർട്ട് ചെയ്യണത്. ഈ ബിൽഡിംഗ് ആണ് ഹനോയിലെ ഓപ്പറ ഹൗസ്. ഞങ്ങളിവിടെ എത്തി ടാക്സിയുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് പോയി. അടുത്ത വണ്ടി തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് എടുത്തായിരുന്നു. അതിൽ കയറി ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എല്ലാം ഫിസിക്കൽ ടിക്കറ്റാക്കി എടുക്കുകയാണ്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ പോണ റൂട്ടുകളും അതുപോലെ തന്നെ ഷെഡ്യൂളും എല്ലാം ബസ്സിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തേക്കാണ്. അധികം താമസിക്കാണ്ട് തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ കൂടെ കെയിനും കോപ്പറോ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കെയിനും കൂടി എടുത്ത വീഡിയോകൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബസ്സിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോണ സ്ഥലങ്ങളുടെ വിവരണവും അതുപോലെ തന്നെ പ്രത്യേകതകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഹൊയാൻ കിം ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. സ്വാഡ് ലേക്ക് എന്നും ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ. ബസ് കറങ്ങി ലേക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയതോടുകൂടി ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഈ ലേക്കിൻ്റെ സൈഡിലേക്കായിട്ട് അത്യാവശ്യം നന്നായിട്ട് ആളുകളുടെ ആക്ടിവിറ്റി ഉണ്ട്. സിറ്റിയുടെ ഒത്ത നടുക്കാണെങ്കിലും നല്ല രസമുള്ളൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ. കുറേ ആളുകൾ ഇവിടുത്തെ ബെഞ്ചുകളും ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1886 ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ സമയത്ത് പണിതൊരു ടവറാണ് ഈ കാണുന്നത്. ടർട്ടിൽ ടവർ എന്നാണ് ഈ ടവർ അറിയപ്പെടുന്നത്. ഈ ലേക്കിൻ്റെ നേരെ അറ്റത്തായിട്ടൊരു അമ്പലവും കാണാനുണ്ട്. നോക്സോൺ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അമ്പലത്തിൻ്റെ ആ പരിസരം കറങ്ങിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. അടുത്തത് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള സെൻറ് ജോസഫ് കത്തീഡ്രലിലേക്കാണ് പോണത്. കുറച്ച് നടന്നെത്തിയപ്പോഴേക്കും സെൻറ് ജോസഫ് കത്തീഡ്രൽ നേരെ കണ്ടു തുടങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴയും ചാറി തുടങ്ങിയിട്ടുണ്ട്. ഹനോയിലെ ഏറ്റവും പഴയ പള്ളിയാണിട്ടത്. ആയിരത്തി 1884 പണി തുടങ്ങിയിട്ട് 1886 ഇതിൻ്റെ പണി തീർന്നത്. ഫ്രഞ്ച് ഇൻഡോ ചൈന ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പള്ളി പണിതത്. പുറത്തുനിന്നുള്ള ഈ കാഴ്ച കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചിട്ടേക്കുന്ന ഒരു പള്ളിയാണെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണിട്ടത്. പിന്നെ ടൂറിസ്റ്റുകളുടെ എല്ലാം മെയിൻ ഒരു ഫോട്ടോ പോയിന്റും കൂടിയാണത്. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഡോറുകളെല്ലാം അടച്ചിട്ടേക്കാണെങ്കിലും സൈഡിലുള്ളൊരു വഴി കൂടെ നമുക്ക് അകത്ത് കയറാം. ഞങ്ങൾ എന്തായാലും അകത്തൊന്ന് കയറി കാണാനായിട്ട് പോവാണ്.